നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ, അതും 12 വീലുള്ളവർക്ക്. ഇതിന് ലിഫ്റ്റ് ആക്സിൽ കൺട്രോൾ വാൽവ് എന്ന് പറയും. അതായത് നമ്മ വണ്ടികളെ കുറിച്ച് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ റോട്ടിലൂടെ പോകുന്ന 12 വീല് ടാറ്റ, ഭാരത് ബെൻസിൻ്റെ ഒക്കെ ഡ്രൈവിംഗ് വീല് കഴിഞ്ഞിട്ട് ബാക്കിൽ ഒരു വീല് എപ്പോഴും പൊങ്ങിയിരിക്കണ കാണാം. ചില സമയത്ത് അത് താന്നിരിക്കും. ആ പൊങ്ങയും താഴെയും ചെയ്യണ അതിനെ കൺട്രോൾ ചെയ്യണ യൂണിറ്റാണ് ഇത്. ഇതിനെ ലിഫ്റ്റ് ആക്സിൽ കൺട്രോൾ വാൽവ് എന്ന് പറയും. ഇതിപ്പോൾ നമ്മുടെ അടുത്തൊരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പയറിങ്ങിന് വന്നതാണ്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതിലെ മെയിൻ പാർട്ട് എന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഈ സെക്ഷൻ തിരിച്ചു വിടുന്നത് മൊത്തം ബലൂണിലേക്കുള്ള എയറിനെ സെക്ഷൻ പിടിച്ചു വിടുന്നത് ഇതാണ്. ഇത് നമുക്ക് കിറ്റായിട്ട് മാറ്റി റിപ്പയർ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ഷോറൂമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ യൂണിറ്റായിട്ട് മാറ്റുക ചെയ്യണം. ഈ ഫുൾ യൂണിറ്റിന് ഏതാണ്ട് ഭാരത് ബെൻസിൻ്റെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 28 രൂപ വരും. ലെയ്ലാൻഡ്, ടാറ്റയൊക്കെ ആണെങ്കിൽ നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ 18 രൂപ റേഞ്ചായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 16 രൂപ 12 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും. നമുക്ക് ഇതിന്റെ കിറ്റ് റിപ്പയർ ചെയ്ത് ഇത് അസംബിൾ ചെയ്ത് കയറ്റാൻ ഏകദേശം ഒരു 7000-7500 ആ റേഞ്ച് വരുള്ളൂ ഇതിന്റെ കിറ്റ് വരെ. ഇപ്പൊ ഇതിന്റെ ഈ സെന്ററിൽ ഇത് ഞാൻ മാറ്റി സെറ്റ് ചെയ്ത് ഫുള്ള് വെച്ചേക്കണം. ഇനി അത് വണ്ടിയിൽ കയറ്റി പിടിപ്പിച്ച് ബാക്കിന്റെ വർക്കിംഗ് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.